ഹലോ കൂട്ടുകാരെ, അയ്യങ്കാളിയാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത്. അയ്യങ്കാളിയെ കുറിച്ചാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മഹാത്മാ അയ്യങ്കാളി. ആക്ച്വലി എനിക്ക് ഈ നവോത്ഥാന നായകരെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. PSC പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവർ എൻ്റെ ഹൃദയത്തിൽ ചേക്കേറിയത്. അപ്പോൾ തന്നെ ഞാൻ ഈ റോഡിലൊക്കെ അവരുടെ പ്രതിമകൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഒരു അഭിമാനവും തോന്നും. കാരണം നമ്മൾ അവരെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. സോ അപ്പോൾ എൻ്റെ നോട്ടിലേക്ക് കടക്കാം. എന്നെ PSC റാങ്ക് ലിസ്റ്റിലേക്ക് നയിച്ച എൻ്റെ പ്രിയപ്പെട്ട നോട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. അയ്യങ്കാളിയെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. 28-ാം തീയതി ഓഗസ്റ്റ് മാസം 28. ഓർത്തോണം, ഓഗസ്റ്റ് നമുക്കറിയാം, ഓഗസ്റ്റ് 15 നമുക്കറിയാം എന്താണ് സ്വാതന്ത്ര്യദിനം. അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ ഒരു ഡേറ്റും കൂടെ പിടിച്ചോ, ഓഗസ്റ്റ് 28. രണ്ടും ഇരട്ട സംഖ്യകൾ 28 ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഓഗസ്റ്റ് മാസം 28, വീണ്ടും ഒരു 8ന്റെ കളിയാണ്. 18 പിടിച്ചോ, 18 പിന്നെ 6ഉം 3ഉം, 6ന്റെ പകുതി 3, 18 63. 1863 നമ്മുടെ അയ്യങ്കാളി ജനിച്ചത്. 1863 ഓഗസ്റ്റ് മാസം 28. ഒന്ന് കാണാതെ പറഞ്ഞേ, കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞേ. 1863 ഓഗസ്റ്റ് മാസം 28 അന്നാണ് നമ്മുടെ അയ്യങ്കാളി ജനിച്ചത്. ഇനി എന്നാണ് മരിച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് പഠിക്കാം. 1941. നമുക്കറിയാം 1947 എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. നമ്മൾ ഒരിക്കലും മറക്കില്ല, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അല്ലേ. 1947 ഓഗസ്റ്റ് 15. അപ്പൊ ആ സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എന്നാണ് 1947. അപ്പൊ ഇത് പിടിച്ചോ, 47 നിന്ന് ആ മുകളിലുള്ള അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നാക്കാം 7നെ. 1941 ജൂൺ മാസം എൻ്റെ ബർത്ത്ഡേ ജൂൺ ആണ്. അപ്പൊ ഞാൻ മറക്കത്തില്ല, ജൂൺ 8 എൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പൊ ഇതാ 18 അദ്ദേഹം മരിച്ചത്. അപ്പൊ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ജൂൺ 8 ബർത്ത്ഡേ ആണ് അയ്യങ്കാളി മരിച്ചത്. 8ന്റെ കൂടെ ഒന്നും കൂടെ ചേർന്ന 18. അപ്പോൾ 1941 ജൂൺ 18. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരൊറ്റ ലൈക്ക് അത് മാത്രം എനിക്ക് തന്നാൽ മതി എൻ്റെ ഈ എഫേർട്ടിന്. ഓക്കെ, 28 ഓഗസ്റ്റ് മാസം 28 1863 എന്താണ് സംഭവിച്ചത്? അയ്യങ്കാളി ജനിച്ചു. 1941 ജൂൺ 18 അദ്ദേഹം മരിച്ചു. ഓക്കെ, അത് സെറ്റല്ലേ? എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ബാക്കി കഥയിലോട്ട് പോവാം. 1893 ഒരു വില്ലുവണ്ടി വരികയാണ് കേട്ടോ. മഹാനായ അയ്യങ്കാളി, അല്ലെങ്കിൽ പോട്ടെ ആരോ ആവട്ടെ, ഒരു മനുഷ്യൻ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. വില്ലുവണ്ടി എന്താണപ്പാ എന്ന് ആലോചിക്കണം. ഒരു കാളവണ്ടിയെങ്കിലും നിങ്ങൾ മനസ്സിൽ കണ്ടോ കേട്ടോ. 93 ചക്രങ്ങളുള്ള ഒരു വില്ലുവണ്ടി, അങ്ങനെ പിടിച്ചോ. അതിൽ 18 വയസ്സുള്ള ഒരു പയ്യനെന്നങ്ങ് ആലോചിക്കും മനസ്സിൽ. 18 കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 18 വയസ്സുള്ള ഒരു പയ്യൻ 93 ചക്രങ്ങളുള്ള ഒരു വില്ലുവണ്ടി. എൻ്റെ നമ്പുരാനെ, അങ്ങനെ ഒരു വില്ലുവണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു. 1893 1893 മനസ്സിൽ വന്നോ? 18 വയസ്സുള്ള ഒരു പയ്യൻ 93 ചക്രങ്ങളുള്ള വില്ലുവണ്ടി. ഓക്കെ, 1893 സെറ്റായില്ലേ? ഓക്കെ, ആ വില്ലുവണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണെന്നറിയാമല്ലോ? അയ്യങ്കാളി. ഇനി അത് മറന്നു പോകരുത്. 1893 വില്ലുവണ്ടി യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പയ്യൻ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എത്ര ഓടിച്ചിട്ടും തീർന്നില്ല. അവൻ ഓടിച്ച് 5 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 1893 കൂടെ 5 വർഷം കഴിഞ്ഞെന്ന് പറയുമ്പോൾ എത്രയാവും? 1898. 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തെരുവിലേക്ക് വന്നു കേട്ടോ. ആ തെരുവിന്റെ പേരാണ് ചാലിയത്തെരുവ്. എങ്ങനെയുണ്ട്? 1898 ചാലിയത്തെരുവ് ലഹള നടന്നത്. അപ്പൊ 1893 വില്ലുവണ്ടി വരുന്നു. വില്ലുവണ്ടി 5 വർഷം കഴിഞ്ഞ് എവിടെ എത്തി? ഒരു തെരുവിലെത്തി. അത് അപ്പൊ 5 വർഷം എന്ന് പറയുമ്പോൾ ഈ 93 കൂടെ 5 ആഡ് ചെയ്യുക. അപ്പൊ 98 ചാലിയത്തെരുവ് ലഹള. നമ്മളിത് ഓരോന്നായിട്ട് ഓർത്തിട്ടെ നിങ്ങളൊന്ന് കാണാതെ എഴുതി നോക്കണം. എങ്ങനെയാന്ന് പറയട്ടെ. നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, തന്മാത്ര. അതിലിങ്ങനെ ഓരോന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി റിലേറ്റ് ചെയ്ത് ഒരു കഥ പോലെ പറഞ്ഞിട്ട് അവസാനം നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിച്ചെടുക്കുന്ന പരിപാടിയില്ലേ, അതാണ് കേട്ടോ ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്ക്. ഞാനിങ്ങനെ സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കിയിട്ട് ഞാനിത് മറച്ചു വെച്ചിട്ട് പുതിയൊരു ബുക്ക് എടുത്തിട്ട് ഈ കോഡ് ആലോചിച്ച് ആ സംഭവം ഇങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഞാൻ എഴുതും. അപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഒരു 10 ദിവസം ഞാനിങ്ങനെ എഴുതി നോക്കും. 11ാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഏത് ഡേറ്റിൽ എന്ത് നടന്നെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്കറിയാം 1893 വില്ലുവണ്ടി യാത്ര, 1898 ചാലിയത്തെരുവ് ലഹള. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ തെരുവില് ഒരു കുഞ്ഞു പള്ളിക്കൂടം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ പിടിച്ചോ, 1905 കുടിപ്പള്ളിക്കൂടം. അവിടെ 5 കുട്ടികളെ ഉള്ളൂ എന്നങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ. 5 കുട്ടികളുള്ള ഒരു കുടിപ്പള്ളിക്കൂടം. അപ്പൊ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആദ്യം മുതൽ തന്നെ ഓർത്തു നോക്കുക. 1893 വില്ലുവണ്ടി യാത്ര, 1898
1907 ചാരിലെ തെരുവ് ലഹള, 1905 കുടിപ്പള്ളിക്കൂടം. അതെവിടെയാണ് എക്സ്ട്രാ പോയിന്റ് പറയട്ടെ, വെങ്ങാനൂരാണ് കേട്ടോ. 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുടിപ്പള്ളിക്കൂടത്തിൽ 5 കുട്ടികളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പാവപ്പെട്ട 7 കുട്ടികളും കൂടെ, സാധുക്കളായ 7 കുട്ടികളും കൂടെ അവിടെ വന്ന് അഡ്മിഷൻ എടുത്തു കേട്ടോ. 1907 സാധുജന പരിപാലന സംഘം ഉണ്ടായത്. അപ്പം അതൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. 1907 സാധുജന പരിപാലന സംഘം വന്നു. അപ്പം ഈ കുട്ടികളെ അവിടുത്തെ അധ്യാപകർ 11 അടി വെച്ച് കൊടുത്തു കേട്ടോ, ഈ എല്ലാ കുട്ടികൾക്കും കൂടെ. അതായത് 5 കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ സാധുക്കളായ 7 കുട്ടികൾ വന്നു. ഇവർക്ക് 11 അടി വെച്ച് കൊടുക്കുക. എവിടെയാ കൊടുത്തത്? ചന്തിക്കാണ് കൊടുത്തത് കേട്ടോ. ശ്രീമൂലത്തിലാണ് അവർക്ക് കൊടുത്തത് അടി. അപ്പോൾ ആലോചിക്കണം എന്തിനാ ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ശ്രീമൂലം പ്രജാസഭയിൽ ഇച്ചിരിതിലൊക്കെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്തതെന്നാണ് 1911. ശ്രീമൂലം പ്രജാസഭയിൽ ഈ ചന്തിക്കാര്യമെങ്കിലും നിങ്ങൾ ആലോചിക്കുക കേട്ടോ, അപ്പം നിങ്ങൾക്ക് കിട്ടും. 1911 ശ്രീമൂലം പ്രജാസഭയിൽ നാമനിർദ്ദേശം നൽകിയത്. അങ്ങനെ എന്ത് ചെയ്തു? ഈ 11 അടി ശ്രീമൂലത്തിൽ കിട്ടിയിട്ട് 12ാമത്തെ അടി എവിടെ കൊണ്ടുപോയാ കൊടുത്തേ കൊച്ചുങ്ങളെ? ഈ കൊച്ചുങ്ങളെ എല്ലാം തൂക്കി നെടുമങ്ങാട് ചന്തയെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി 12ാമത്തെ അടി ഇങ്ങനെ അടിക്കാൻ കൈ ഓങ്ങി ഒരു പെഠേന്നും പറഞ്ഞ ഒരു അടി അടിച്ചു കേട്ടോ. അപ്പൊ 1912 നെടുമങ്ങാട് ചന്തലഹള. അതൊന്ന് കണക്ട് ചെയ്യണേ. 1912 നെടുമങ്ങാട് ചന്തലഹള. അപ്പൊ എന്ത് ചെയ്തു? തൊട്ടടുത്ത് ഈ അടി കൊടുക്കുന്നതും കൊച്ചുങ്ങളെ പിടിച്ച് അടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഒരു ഗുരു അവിടെ ഇരിക്കുകയായിരുന്നു. ആരാണ് ആ ഗുരു? ശ്രീനാരായണ ഗുരു. ഓക്കെ, 1912 തന്നെയാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടത്. അതും റിലേറ്റ് ചെയ്തല്ലോ. അങ്ങനെ ഗുരു അവിടെ ഇരിക്കുകയായിരുന്നു. 13ാമത്തെ അടി അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൈ ഓങ്ങിയതും ഗുരു എണീറ്റിട്ട് എന്തു പറഞ്ഞു? കൊച്ചു പിള്ളരെ തല്ലരുത് എന്ന് പറഞ്ഞു. കൊച്ചി പുലയ മഹാസഭ 1913. എന്നോടൊന്നും തോന്നരുത്, ഞാനിങ്ങനെയാണ് കേട്ടോ പഠിച്ചത്. 1913 കൊച്ചി പുലയ മഹാസഭ. 13 കണക്ട് ചെയ്യുന്ന എങ്ങനെയാ? 13ാമത്തെ അടി അടിക്കാൻ പോയപ്പോഴാണ് മഹാഗുരു, അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞത്? കൊച്ചു പിള്ളാരെ തല്ലരുത്, കൊച്ചി പുലയ മഹാസഭ. അപ്പൊ ഇത് കണ്ടപ്പോ അവര് പറഞ്ഞ എന്താ? ശരി, തല്ലുന്നില്ല, ഗുരു പറഞ്ഞതല്ലേ, തല്ലുന്നില്ല. ഓക്കെ, കമ്പ് അവിടെ തറയിട്ടിട്ട് അവരെന്ത് ചെയ്തു? 15 കല്ല് പറക്കി അങ്ങ് എറിഞ്ഞു. ഞങ്ങൾക്ക് കല്ല് പറക്കി എറിയാവല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? കല്ല് പറക്കി അങ്ങ് എറിഞ്ഞു കേട്ടോ. 15 കല്ലുകളാണ് പറക്കി എറിഞ്ഞത്. 1915 കല്ലുമാല സമരം. എക്സ്ട്രാ പോയിന്റ് പറയട്ടെ, കൊല്ലത്താണ് കേട്ടോ നടന്നത് കല്ലുമാല സമരം. അങ്ങനെ 1915 കല്ലുമാല സമരം നമ്മുടെ അയ്യങ്കാളി നടത്തി. പെട്ടെന്ന് ഗുരുവിന് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വന്നു കേട്ടോ. ഗുരുവിനെ അങ്ങ് കളിയാക്കുന്നത് പോലെ തോന്നിയല്ലോ. ഗുരു അങ്ങോട്ട് എണീറ്റ് എന്നിട്ട് ഒരു ശാപം അങ്ങ് ശപിച്ചു. അപ്പൊ ഈ 15 കല്ലുകളും 90 കല്ലുകളായി മാറി കേട്ടോ. എന്നിട്ട് ഈ 90 കല്ലുകളും കൂടെ തിരിച്ച് ഈ എറിഞ്ഞവരുടെ നേർക്ക്, കൊച്ചുങ്ങളെ ഉപദ്രവിച്ചവരുടെ നേർക്ക് ഇങ്ങനെ പായാണ്. എന്നിട്ട് ഈ കല്ലുകൾ അവരെ അടിച്ച് വീഴ്ത്തി അവർ ഈ റോഡിൽ കിടന്നിങ്ങനെ ഉരുളുവാണ് കേട്ടോ. 1915 തന്നെ 90ാം ആണ്ട് ലഹള നടന്നത് കേട്ടോ. ഈ 1915 കല്ലുമാല സമരം നടക്കുകയും ആ 15 കല്ലുകൾ എന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, ആ 15 കല്ലുകൾ തന്നെ 90 കല്ലുകളായി മാറി എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ 1915 തന്നെയാണ് 90ാം ആണ്ട് ലഹള എന്ന് പറയുന്ന ലഹള നടന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. അതുകൊണ്ടാണ് ഇവർ തറയിൽ കിടന്ന് ഉരുണ്ടു എന്ന് ഞാൻ പറഞ്ഞത്. റിലേറ്റ് ചെയ്തോണേ. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇവരെഴുന്നേറ്റ് 16 വഴിക്ക് ഓടി കേട്ടോ. ഗുരു അതങ്ങ് കണ്ടില്ലെന്ന് നടിച്ചു. 1916 കണ്ടല ലഹള. 1916 കണ്ടല ലഹള എന്ന് പറയുന്നത്. കണ്ടല ലഹളയാണ് എന്ത്? ആദ്യ സംഘടിത കർഷക സമരം. തിരുവനന്തപുരത്തെ ആദ്യ കർഷകരുടെ സംഘടിത സമരം എന്ന് പറയുന്നത് കണ്ടല ലഹളയാണ് കേട്ടോ. അങ്ങനെ ഈ 16 വഴിക്ക് ഓടിയ ആൾക്കാർ എന്ത് ചെയ്തു? നേരെ പോയി ഗാന്ധിജിയെ കണ്ട കാര്യങ്ങൾ 37 അങ്ങനെ പറഞ്ഞു കേട്ടോ. കണ്ട കാര്യം, നമ്മൾ ഒരു കാര്യം കണ്ടതിനെ 2 പറയുന്ന ആൾക്കാരില്ലേ, അതുപോലെ ഈ ആൾക്കാർ നടന്ന സംഭവം എല്ലാം 37 ഗാന്ധിജിയോട് പറഞ്ഞത്. 1937 ഗാന്ധിജിയെ അയ്യങ്കാളി കണ്ടു. 1937 ഗാന്ധിജിയെ അയ്യങ്കാളി കണ്ടു. അങ്ങനെ ഈ ഗാന്ധിജി എന്ത് ചെയ്തു? സംഭവമൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് നടന്നു കേട്ടോ.
ഏകദേശം 1 വർഷം വരെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷം നടന്നു വന്ന് ഈ സാധുക്കളായ കുട്ടികളെ കണ്ടു കേട്ടോ. ആ സാധുക്കളായ പിള്ളാരെ കണ്ടു. അപ്പൊ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറിയത് 938 938 അതായത് അതാണ് 1 വർഷം കഴിഞ്ഞാണ് ഗാന്ധിജി ഇങ്ങെത്തി സാധുക്കളായ പിള്ളരെ കണ്ടെന്ന് പറഞ്ഞ. സാധു എന്ന് പറയുമ്പോൾ അതിൽ സാധുജന പരിപാലന സംഘവും പിള്ളരെന്ന് പറയുമ്പോൾ പുലയ മഹാസഭ. അങ്ങനെ ആലോചിച്ചോണേ, എനിക്കിങ്ങനെയൊക്കെ അറിയാവൂ. 938 എന്ത് ചെയ്തു? സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറി. അങ്ങനെ ഈ പ്രശ്നം അവിടെ സോൾവ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഈ കുട്ടികൾ വളർന്ന് വലുതായി പല മേഖലകളിലോട്ട് പോയിട്ട് അവർ ചിന്തിച്ചു, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സ്കൂള്, ആ സ്കൂളിനെ നമ്മളൊരു സ്മാരകമാക്കാൻ പോവുക. അന്ന് ഞങ്ങൾ 5 കുട്ടികളല്ലേ പഠിച്ചത്. അപ്പം ഹിന്ദിയിൽ 5നെ 5 എന്ന് പറയും. അങ്ങനെ 5 എന്നുള്ളൊരർത്ഥത്തിൽ പാഞ്ചജന്യം എന്ന് അവരെന്ത് ചെയ്തു? ആ സ്മാരകത്തിന് പേരിട്ടു. അയ്യങ്കാളിയുടെ സ്മാരകത്തിൻ്റെ പേര് പാഞ്ചജന്യം, സ്ഥലം വെങ്ങാനൂർ. ഒന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ച നോട്ടിലുള്ള പോയിന്റ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു കോഡ് പോലെ പറഞ്ഞു തന്നു. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് കാണാറുള്ളത്. ആ കാര്യങ്ങളാണ് ഞാനൊരു കോഡ് രൂപത്തിൽ പറഞ്ഞത്. ഈ കഥ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഓർമ്മിച്ച് വെച്ചിട്ട് കോഡുണ്ടാക്കി ഓർമ്മിച്ച് വെച്ചതിന് ശേഷം ഞാൻ കാണാതെ ഈ കഥയൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കും. എന്നിട്ട് മനസ്സിൽ ഈ കഥ വരുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ബുക്കിൽ വർഷവും ആ സംഭവവും ക്രോണോളജിക്കൽ ഓർഡറിൽ അങ്ങ് എഴുതും. അങ്ങനെ ഇന്ന് എഴുതിയിട്ട് അങ്ങ് കളയല്ല, നാളെ ഒന്ന് എഴുതി നോക്കും, മറ്റന്നാളും എഴുതി നോക്കും. 10 ദിവസം ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് എഴുതി നോക്കുമ്പോൾ പിന്നെ എനിക്ക് എന്ത് കാര്യം ചെയ്താലും എനിക്ക് കറക്റ്റായിട്ട് ആ ഡേറ്റും എനിക്കിതും മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 15 കല്ലുകൾ, 915 കല്ലുമാല സമരം. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഐഡിയയിലോട്ട് നമ്മളെത്തും. അയ്യങ്കാളി ജനിച്ചത് 1863 1863 അയ്യങ്കാളി ജനിച്ചത്. 1941 അദ്ദേഹം മരണമടഞ്ഞു. 1941 അദ്ദേഹം മരിച്ചത്. ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളി. നമുക്ക് എല്ലാവർക്കും അതറിയാം. 1863 ഏതു മാസമാണ് അദ്ദേഹം ജനിച്ചത്? ഓഗസ്റ്റ് മാസം 28. 1863 ഓഗസ്റ്റ് മാസം 28 തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. 63, 28. തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂർ എന്ന സ്ഥലത്ത് പ്ലാവത്തറ വീട്ടിലാണ് ജനനം. തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. മറ്റ് ജില്ലക്കാർക്ക് അറിയത്തില്ലായിരിക്കാം ഈ ഒരു സ്ഥലം, എന്നാൽ തിരുവനന്തപുരംകാർക്ക് വളരെയധികം ഫെമിലിയർ ആണ് ഈ ഒരു സ്ഥലം. അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ മാലയും അയ്യനുമായിരുന്നു. ആരൊക്കെയാണ് മാതാപിതാക്കൾ? മാലയും അയ്യനും. ആധുനിക ദളിതരുടെ പിതാവ്, കേരള സ്പാർട്ടക്കസ്, അധസ്ഥിതരുടെ പടത്തലവൻ എന്നിങ്ങനെയെല്ലാം അയ്യങ്കാളി വിശേഷിപ്പിക്കുന്നു. എന്തൊക്കെ വിശേഷണങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്? ആധുനിക ദളിതരുടെ പിതാവ്, അത് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. കേരള സ്പാർട്ടക്കസ്, അധസ്ഥിതരുടെ പടത്തലവൻ. കേരള സ്പാർട്ടക്കസും നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അധസ്ഥിതരുടെ പടത്തലവനായിരിക്കും ചിലപ്പോൾ ഓർമ്മ പോവാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആധുനിക ദളിതരുടെ പിതാവ്, കേരള സ്പാർട്ടക്കസ്, അധസ്ഥിതരുടെ പടത്തലവൻ എന്നിങ്ങനെയെല്ലാം അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? മഹാത്മാ അയ്യങ്കാളി. ജന്മിത്വത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ പ്രതീകാത്മക സമരമാണ് 1893 വില്ലുവണ്ടി സമരം. അപ്പൊ എന്താണ് വില്ലുവണ്ടി സമരം? ജന്മിത്വത്തിനെതിരെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട്, സഞ്ചരിക്കാനായിട്ടുള്ള അവകാശം കിട്ടുന്നതിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ ഒരു സമരമാണ് വില്ലുവണ്ടി സമരം. അതെന്നാണ്? 1893. അദ്ദേഹം ജനിച്ചതെന്നാണ്? 1863. എന്നിട്ട് എന്നാണ് വില്ലുവണ്ടി സമരം അദ്ദേഹം നടത്തിയത്? 1893. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു.
തിരുവിതാംകൂറില് കർഷക തൊഴിലാളികളുടെ കൃഷിക്കാരുടെ ആദ്യ പണിമുടക്ക് സമരം അത് തുടങ്ങിയതാരാണ്? അയ്യങ്കാളിയാണ്. 1898 ആറാലുംമൂട് ലഹള. 1898 അതായത് 93 വില്ലുവണ്ടി സമരവും പിന്നെ അത് കഴിഞ്ഞ് 98 ഏകദേശം 5 വർഷത്തെ ഗ്യാപ്പ് എടുത്തു ആറാലുംമൂട് ലഹള. അത് കഴിഞ്ഞ് ചാലിയത്തെരുവ് ലഹളയും നടന്നത് 1898 തന്നെയാണ്. അപ്പൊ 2 ലഹളയാണ് നടന്നത്, ആറാലുംമൂട് ലഹള, ചാലിയത്തെരുവ് ലഹള. 1905 വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത്. അതെന്നാണ് ആരംഭിച്ചത്? 1905 കുടിപ്പള്ളിക്കൂടം അയ്യങ്കാളി ആരംഭിച്ചത്. 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ കർഷക സമരം നടന്നു. 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ കർഷക സമരം നടന്നു. അങ്ങനെയാണെങ്കിൽ കർഷകരുടെ പണിമുടക്ക് സമരം ആദ്യമായി നടത്തിയത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അത് മറന്നു പോകരുത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ കർഷക സമരം നടന്നു. 1907 തന്നെ സാധുജന പരിപാലന സംഘം വെങ്ങാനൂരിൽ സ്ഥാപിക്കപ്പെട്ടു. എന്നാണ്? 1907. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. 1913 1913 ഇറങ്ങിയ അവരുടെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. SNDPയുടെ മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രമായ സാധുജന പരിപാലിനി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെയും തിരുവനന്തപുരത്താണെങ്കിലും ഈ ദളിത് പത്രം ഇറങ്ങിയത് ചങ്ങനാശ്ശേരിയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ചെമ്പുതറ കാളിച്ചോതി കറുപ്പൻ. ചെമ്പുതറ കാളിച്ചോതി കറുപ്പനായിരുന്നു സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്റർ. കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാത്മാ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി കേട്ടോ. അത് 1938 1907 സാധുജന പരിപാലന സംഘം പിന്നീട് 1938 ആയപ്പോഴത്തേക്കും സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് ആരാണ്? അയ്യങ്കാളി. അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള. 1910 അയ്യങ്കാളി തിരുവിതാംകൂർ നിയമസഭ അതായത് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. തുടർന്ന് 25 വർഷങ്ങളോളം അദ്ദേഹം പ്രജാസഭയിൽ അംഗമായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ദളിത് വംശജൻ ആരാണ്? ശ്രീ മഹാത്മാ അയ്യങ്കാളി. 1915 അതായത് കൊല്ലവർഷം 1990 തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടുത്തെ ഗ്രാമത്തിൽ അയ്യങ്കാളി ഒരു ദളിത് പെൺകുട്ടിയെ മലയാളം സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാര് സ്കൂള് തീയിട്ട് നശിപ്പിച്ചു. തുടർന്നുണ്ടായ കർഷക ലഹളയെയാണ് 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നത്. അതെന്നാണ്? കൊല്ലവർഷം 1990 ഇത് നടന്നത് 1915 അതുകൊണ്ടാണ് ഇതിനെ 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, പുലയ ലഹള എന്നും ഊരൂട്ടമ്പലം ലഹള എന്നുമൊക്കെ ഇതിന് പേരുണ്ട്. അപ്പം 90-ാം ആണ്ട് ലഹളയും ഊരൂട്ടമ്പലം ലഹളയും പുലയ ലഹളയും ഒക്കെ ഈ 1915 ഈ പെൺകുട്ടിയെ ചേർക്കാൻ വന്ന ആ സംഭവത്തിനെയാണ് പറയുന്നത്. അയ്യങ്കാളിയുടെ ആഹ്വാനത്തെ തുടർന്ന് ദളിത് സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നത് ഉപേക്ഷിച്ച് പ്രതിഷേധിക്കുകയുണ്ടായി. അത് 1915 നടന്ന ഈ ലഹളയാണ്. ഇനി അടുത്തത് കല്ലുമാല സമരമാണ് കേട്ടോ. ഈ കല്ലുമാല സമരത്തിന്
പെരിനാട് ലഹള എന്നും കൂടി പേരുണ്ട്. അയ്യങ്കാളിയുടെ ആഹ്വാനത്തെ തുടർന്ന് ദളിത് സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നത് ഉപേക്ഷിച്ച് പ്രതിഷേധിക്കുകയുണ്ടായി. 1915 നടന്ന ഈ ലഹള കല്ലുമാല സമരം, പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നു. കല്ലുമാല സമരം, പെരിനാട് ലഹള എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. കൊല്ലത്തിനടുത്തുള്ള പെരിനാടായിരുന്നു ഇതിന്റെ പ്രധാന സമരകേന്ദ്രം. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അയ്യങ്കാളിയുടെ പ്രവർത്തന ഫലമായി തിരുവിതാംകൂറിന്റെ പല ഭാഗത്തും ദളിതർക്ക് താമസിച്ച് പഠിക്കുവാനുള്ള ഹോസ്റ്റലുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഇങ്ങനെ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഹോസ്റ്റലിലാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ KR നാരായണൻ താമസിച്ചു പഠിച്ചത്. 1937 ജനുവരി 15 തന്റെ 5ാമത്തെ കേരള സന്ദർശന സമയത്ത് ഗാന്ധിജി വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ സന്ദർശിക്കുകയും പുലയ രാജാവ് എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യയിലൂടെ ഉന്നതി നേടുക എന്നതാണ് അയ്യങ്കാളിയുടെ പ്രധാന മുദ്രാവാക്യം. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം പുല്ലുമുളപ്പിക്കുമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അയ്യങ്കാളിയാണ്. 1941 ജൂൺ 18 അദ്ദേഹം അന്തരിക്കുന്നത്. അയ്യങ്കാളിയുടെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് കവടിയാറിലാണ്. ഇത് അനാച്ഛാദനം ചെയ്തത് 1980 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. ഇസ്ര ഡേവിഡ് ആയിരുന്നു ഇതിന്റെ ശില്പി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 2002 തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അയ്യങ്കാളിയുടെ മരണശേഷം 1942 തിരുവനന്തപുരത്ത് വെച്ച് ടി കേശവൻ ശാസ്ത്രി, അതായത് അയ്യങ്കാളിയുടെ മരുമകനാണ് കേട്ടോ, പ്രസിഡന്റായി സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ സ്ഥാപിതമായി. സാധുജന പരിപാലന സംഘം ഈ സംഘടനയിൽ ലയിച്ചു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി AUEGS കേരളത്തിൽ ആരംഭിച്ചത് 2010 2014 അയ്യങ്കാളി ചെയർ കേന്ദ്ര സർവകലാശാലയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് പറഞ്ഞതാരാണ്? EK നായനാരാണ്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരത്തുള്ള അയ്യങ്കാളി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. വെങ്ങാനൂരിലെ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂർ. അയ്യങ്കാളി, അധസ്ഥിതരുടെ പടത്തലവൻ, കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് THP ചെന്താരശ്ശേരിയാണ്. അയ്യങ്കാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 28, അതായത് അയ്യങ്കാളി ജയന്തി, കേരള സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചു. 2019 തിരുവനന്തപുരത്തെ VJT ഹാൾ അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമകരണവും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അയ്യങ്കാളിയെ കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ കൂടുതൽ അറിയാവുന്നവർ തീർച്ചയായിട്ടും കമന്റിൽ അത് രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും. അപ്പൊ നമ്മുടെ നവോത്ഥാനം, കേരള നവോത്ഥാനത്തിന്റെ ഈ ക്ലാസ്സിന് ശേഷം അടുത്ത ഒരു നവോത്ഥാന നായകനുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. തീർച്ചയായിട്ടും PSCക്ക് പഠിക്കുന്നവർക്കും PSC അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന എഫേർട്ടിന് തിരിച്ച് നിങ്ങൾ തരേണ്ടത് ഒരു ചെറിയ ലൈക്ക് മാത്രം. അതൊന്നിട്ടിട്ട് പോണേ. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.